കല്യാണത്തിന് പോയിട്ട് മൊത്തത്തിലൊന്ന് കറങ്ങി വന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മളിപ്പോ പുതിയത് വെച്ച വീടിന്റെ അടുത്ത് ഇതേ ഒരു ചേട്ടന്റെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോവാനാണ് ഇന്നത്തെ എന്റെയും തേജപ്പന്റെയും വിൻഷാട്ടിന്റെയും ഒരുക്കട്ട. ഞാനിപ്പോ ഈ ഉടുത്തിട്ടുള്ള സാരിയും ബ്ലൗസും ഇൻസ്റ്റാഗ്രാം പേജായ വെസ്റ്റിയോ ഡിസൈനേഴ്സിന് തന്നിട്ടുള്ളതാട്ടോ. ഇതിന്റെ കഴിഞ്ഞിട്ട് ഇതാ ഉമ്മർത്ത് പോയിരുന്നിട്ട് നമ്മളെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് അതിന്റെ ഇടയ്ക്ക് ഇത് എന്റെയും വിൻഷാട്ടിന്റെ ഒരു കുഞ്ഞി പ്രഹസനം കുട്ടിക്ക് സഹിക്കാൻ പറ്റാണ്ടായി. അതിന്റെ പുറമെ എന്റെ ഒറ്റയ്ക്കുള്ള പ്രഹസനം കൂടി ആയപ്പോ കുട്ടിയുടെ ഡയലോഗ് ഇങ്ങനെയായിരുന്നു. എനിക്കൊരു തൊയ്യം തരാണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കിടികിടി പറഞ്ഞോണ്ടിരിക്കട്ടെ തേജു. അവസാനം സഹിക്കാൻ പറ്റാണ്ട് നമ്മളിത് കല്യാണ വീട്ടിലെത്തി ചെക്കനും പെണ്ണിനെയൊക്കെ കണ്ടുട്ടോ. പിന്നെ തേജപ്പിന് വെള്ളം തയ്ക്കേണ്ടി പറഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കൊടുത്തു നേരെ ചെന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നോട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഐസ്ക്രീമും കൂടിയും കണ്ടപ്പോൾ അതും കൂടി വാങ്ങാനുള്ള നിപ്പാട്ട തേജുനാണെങ്കിൽ ഭയങ്കര നാണം കുണുങ്ങിട്ടാ നിൽക്കണതൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. അവസാനം ആ ചേട്ടൻ കണ്ടറിന് കയ്യിലൊരെണ്ണം കൊടുത്തപ്പോൾ അത് വാങ്ങിട്ട് വേഗം പോന്നുട്ടോ. ഇവിടുന്ന് ഞങ്ങൾ നേരെ വിൻഷാട്ടിന്റെ വീട്ടിൽ കേട്ട പിന്നെ പോയത്. അവിടെ എത്തിയപ്പോ പുതിയ രണ്ടാൾക്കാരും കൂടി ഉണ്ടായിരുന്നുട്ടോ. 2 തത്തമ്മകൾ ഉണ്ടായിരുന്നു. അപ്പൊ തേജുന് അത് കാണിച്ചു കൊടുത്തുട്ടോ. അവർക്ക് എന്താ വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ട് അവർ അത് കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ ഇവിടെ എപ്പോൾ എത്തിയാലും ആദ്യം ഓടിച്ചില്ല ഞങ്ങളുടെ ബെഡ്റൂമിൽ കേട്ടോ. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂം ഉണ്ടായിരുന്നത്. ഇവിടെ ഇപ്പൊ അതേ ഫ്രിഡ്ജും ഒരു അലമാരി മാത്രമേ ഉള്ളൂ കേട്ടാ. പിന്നെ അതേ അമ്മമ്മ ഞങ്ങളെ കണ്ടപ്പോ അതേ ചെമിര് പിടിച്ച് നടന്ന് പതുക്കെ വരുന്നുണ്ട്. അമ്മമ്മക്ക് തീരെ വയ്യാത്തോണ്ടാട്ട് ഇങ്ങനെ നടക്കണത്. പിന്നെ അതേ തേജപ്പം പിള്ളേരുടെ കൂടെ ചേട്ടന്റെ ഉണ്ണിയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ അതേ കുറച്ചേരം അവിടെ ഇരുന്ന് കളിച്ചു. ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. ചെറുതിനാണെങ്കിൽ ഇതേ തേജുവിനെ കണ്ടപ്പോൾ ഒരു കളിപ്പാട്ടം കിട്ടിയ അവസ്ഥയായിരുന്നു കേട്ടോ. തേജുവിനെ ആകെ പിടിച്ചു നോക്കിയായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ അപ്പുറത്തെ വിൻഷാന്റെ കസിന്റെ വീടുണ്ട്. അവിടെ പോയി ചെന്നിട്ട് ഞാൻ നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ കുറച്ച് പൊട്ടിച്ചെടുത്തു വിട്ടാ. കാരണം അവിടെ കുറെ ഒരുപാട് ഇങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിൻഷാന്റെ അമ്മതേ ഗുലാബ് ജാമും പിന്നെ വേറെ എന്തോ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിണ്ടെന്നും പറഞ്ഞിട്ട് അതൊക്കെ ഒരു കവറിലാക്കിയിട്ട് ഞങ്ങൾക്ക് തന്നായിക്കുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങാൻ നിൽക്കണ നേരത്താണെങ്കിലോ തേജപ്പതേ മിച്ചർ കാണാത്തവരുടെ പോലെയായിട്ട് കാട്ടിക്കൂട്ടിയിടുന്നത്. അങ്ങനെ അതല്ലാതെ അമ്മ ഒരു സഞ്ചിയിലാക്കി തരുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഇത് അമ്മമ്മോട് എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു കുഞ്ഞി പരിപാടി കാണാൻ നിന്നോട്ടെ. വേറെ ഒന്നല്ല, നാളെ ഇവിടെ കറുവത്തൂര് നേർച്ചയായിട്ട് നമ്മുടെ ഇവിടുത്തെ. അപ്പൊ ചേട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കുറച്ചു നേരം അവിടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു നിന്നു. വിൻഷാന്റെ ചേട്ടനാട്ടെ വീഡിയോ എടുക്കുമ്പോൾ സമ്മതിക്കാണ്ട് ഇങ്ങനെ നിൽക്കണത്. കുറച്ചേരം അങ്ങനെ പരിപാടിയൊക്കെ കണ്ടു നിന്നിട്ട് നമ്മളിത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടാ. പിന്നെ വീട് എത്തിയ വഴിക്കണേ ഞങ്ങൾ ഗുലാബ് ജാമുൻ കഴിക്കാനുള്ള പരിപാടി തുടങ്ങി. തേജു മാത്രം കഴിച്ചില്ല കേട്ടോ. അവനത് ഇങ്ങനെ വെള്ളം കണ്ടപ്പോൾ ഒരു അറപ്പ് പോലെ ഫീൽ ചെയ്ത് തോന്നുന്നു. അവത് വേണ്ടാന്ന് പറഞ്ഞ് തല തിരിച്ചു. പിന്നെ ഞാനും വിൻഷാട്ടിനും കൂടി ഇട്ടാ അതൊക്കെ കഴിച്ച് തീർത്തത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.